ആയിരക്കണക്കിന് വർഷത്തെ രേഖപ്പെടുത്തപ്പെട്ട മനുഷ്യചരിത്രം നമ്മോട് പറയുന്നത് ദൈവത്തിൽ നിന്നും അകന്നിരിക്കുന്ന ഒരു മനുഷ്യനും സമാധാനം ഉണ്ടായിരിക്കയില്ല എന്നത്രേ. സ്വന്തം പരിശ്രമത്താൽ കാര്യങ്ങൾ നേരെയാക്കി സമാധാനം പ്രാപിച്ച് ജീവിക്കുവാനുള്ള തത്രപ്പാടാണോ താങ്കൾക്കുള്ളത്? യഥാർത്ഥ സമാധാനത്തിൻ്റെ മാർഗം ഒന്ന് ശ്രമിച്ചുകൂടെ? ജീവസന്ദേശത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. വീണ്ടെടുപ്പുകാരനായ ക്രിസ്തു ഇസ്രയേലിന് മാത്രമല്ല സകല മാനവജാതിക്കുമുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാകുന്നു. മനുഷ്യനോടുള്ള ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നേർചിത്രമാകുന്നു ക്രിസ്തുവേശുവിലൂടെ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറന്നാലും താൻ പ്രസവിച്ച മകനോട് കരുണ കാണിക്കാതിരുന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ള വാഗ്ദത്തം ദൈവത്തെ നമ്മുടെ മുമ്പിൽ വരച്ച് കാണിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49 അധ്യായം മുതൽ 50 അധ്യായത്തിൻ്റെ 4 വാക്യം വരെ നമുക്കൊരുമിച്ച് ചിന്തിക്കാം. യെശയ്യാ പ്രവചനം 49 അധ്യായമാകുന്നു ഇനിയും നാം ഒരുമിച്ച് ചിന്തിക്കുവാൻ ആരംഭിക്കുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകത്തിലെ ഈ മൂന്നാമത്തേതും ഒടുവിലത്തേതുമായ ഭാഗത്ത് ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന് എൻ്റെ ദൈവം അരുളി ചെയ്യുന്നു എന്ന ആ വാക്കുകളാൽ മുദ്ര പതിപ്പിച്ച 3 പിരിവുകളുണ്ട്, 3 ഭാഗങ്ങൾ. ആദ്യ ഭാഗത്ത് യഹോവയുടെ ആശ്വാസം നാം കണ്ടു കഴിഞ്ഞു. അത് യഹോവയുടെ ദാസനിലേക്ക് വരുന്നു. ഇപ്പോൾ 49 അധ്യായത്തിൽ ആരംഭിക്കുന്ന 2 ഭാഗത്തെ ഞാൻ യഹോവയുടെ രക്ഷ എന്നാണ് വിളിക്കുന്നത്. അത് വരുന്നത് കഷ്ടത ഏൽക്കുന്ന ദാസനിലൂടെ അത്രേ. കർത്താവായ യേശു ക്രിസ്തു കഷ്ടത ഏൽക്കുന്ന ദൈവത്തിൻ്റെ ദാസനെന്ന് വ്യക്തമായ വെളിപ്പാടിലേക്ക് നാം ഇപ്പോൾ കടന്നു ചെല്ലുവാൻ ആരംഭിക്കുകയാണ്. നാം തുടക്കത്തിലെ തന്നെ ആ വെളിപ്പാടിലായിരുന്നു മുന്നേറിക്കൊണ്ടിരുന്നത്. എന്നാൽ ആദ്യമായി നാം അവനെ കണ്ടത് കൂടുതലായും പശ്ചാത്തലത്തിലെ ഒരു നിഴൽ ചിത്രം എന്ന പോലെ ദൈവജനത്തിന് ആശ്വാസം നൽകുന്ന ദാസനായിട്ടായിരുന്നു. ഇനിയും 53 അധ്യായത്തിലേക്ക് നാം ചെല്ലുമ്പോൾ അവിടെ ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ ആശ്ചര്യകരമായ വെളിപ്പാടുണ്ട്. അവനെ നമുക്ക് അത് കൂടുതൽ വ്യക്തമാക്കി തരുന്നു. ഇസ്രായേൽ യഹോവയുടെ ദാസനായിരുന്നു. എന്നാൽ ആ ഇസ്രായേൽ പരാജയപ്പെട്ടു. ഇപ്പോൾ ദൈവം മറ്റൊരു ദാസനെക്കുറിച്ച് പറയുകയാണ്. ആ ദാസൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു. പ്രവചന രേഖകൾ പ്രാഥമികമായും ദൈവത്തിൻ്റെ ദാസനെന്ന് പറയുന്നത് ഇസ്രായേലിനെയാണ്. എന്നിരുന്നാലും ഒടുവിലത്തെ അർത്ഥം കാണുന്നത് ക്രിസ്തു എന്ന വ്യക്തിയിലാണ്. ഹോശേയുടെ പ്രവചനം 11 അധ്യായത്തിൻ്റെ 1 വാക്യത്തിൽ ഒരു ശ്രദ്ധേയമായ ചിത്രീകരണമുണ്ട്. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് ഞാൻ എൻ്റെ മകനെ വിളിച്ചു. ഇത് നിറവേറിയത് കർത്താവായ യേശു ക്രിസ്തുവിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 2 അധ്യായത്തിൻ്റെ 15 വാക്യം നാം കാണുമ്പോൾ ഇത് വ്യക്തമാകുന്നതാണ്. ഇസ്രായേൽ പരാജയപ്പെട്ടു, എന്നാൽ അവളിൽ നിന്നും വന്ന ഒരുവൻ വിജയിക്കുന്നതാണ്. നാം ഈ 49 അധ്യായം തുറക്കുമ്പോൾ ഗലീലയിൽ ക്രിസ്തുവിൻ്റെ ആ സംവാദം 12 അപ്പോസ്തലന്മാർ ശ്രദ്ധിച്ചതുപോലെ നാം അവൻ്റെ സംവാദം കേൾക്കുകയാണ് ചെയ്യുന്നത്. ഈ 49 അധ്യായത്തിൽ ക്രിസ്തു ലോകത്തിൻ്റെ രക്ഷകനാകുന്നതിനായി മുന്നോട്ട് വരുന്നത് നാം കാണുന്നു. ഈ സന്ദർഭത്തിൽ ഇസ്രായേൽ കൈവിടപ്പെടുന്നില്ല. ദേശത്തേക്കുള്ള അവളുടെ ഉറപ്പാക്കപ്പെട്ട യഥാസ്ഥാനപ്പെടൽ സ്ഥിരീകരിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രദ്ധേയമായ പഠിപ്പീര് പോലെ മറ്റൊന്ന് ലോകത്തിലെ ഒരു മതത്തിലും ഒരു തത്വശാസ്ത്രത്തിലും കാണുവാൻ കഴിയുന്നില്ല. ഇവിടെ ഒരുവൻ ഒരു ലോകത്തെ ശ്രദ്ധിക്കുന്നു. ദൈവത്തിൻ്റെ ദാസൻ എന്ന നിലയിലാണ് അവൻ ശ്രദ്ധിക്കുന്നത്. ലോകത്തിൻ്റെ രക്ഷകനായിട്ടാണ് അവൻ വന്നത്. ഓരോ മതവും ഒരു ജാതിക്കുള്ളിൽ അഥവാ
പല ജാതി വിഭാഗങ്ങൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. പൊതുവെ അവ ഒരു വർഗത്തിൻ്റെയോ ജനതയുടെയോ അതിരിനപ്പുറം പോകുന്നില്ല, അഥവാ ഒരു രാഷ്ട്രത്തിനപ്പുറം പോകുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. കാരണം മിക്ക ദൈവങ്ങളും പ്രാദേശിക ദൈവങ്ങളാണ്. എന്നാൽ ബൈബിളിലെ ദൈവം ജീവിക്കുന്ന ദൈവമാകുന്നു. അവൻ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവും മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പുകാരനുമാകുന്നു. ഈ വസ്തുത നമുക്ക് മുമ്പിലുള്ള ഈ സംവാദത്തെ തികച്ചും ശ്രദ്ധേയമാക്കുന്നു എന്ന് ഞാൻ പറയട്ടെ. ഇനി 49 അധ്യായത്തിൻ്റെ 1 വാക്യം ഞാൻ വായിക്കട്ടെ. ദ്വീപുകളെ എൻ്റെ വാക്ക് കേൾപ്പീൻ, ദൂരത്തുള്ള വംശങ്ങളെ ശ്രദ്ധിപ്പീൻ. യഹോവ എന്നെ ഗർഭം മുതൽ വിളിച്ചു, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കയിൽ തന്നെ എൻ്റെ പേർ പ്രസ്താവിച്ചിരിക്കുന്നു. ലോകത്തിലെ രാജ്യങ്ങളെ ക്രിസ്തു ഇത് കേൾക്കുവാനായി വിളിക്കുകയാണ് ചെയ്യുന്നത്. ജനിക്കുന്നതിന് മുമ്പേ അവന് യേശു എന്ന നാമം നൽകപ്പെട്ടിരുന്നു. ഈ നാമം ലോകം മുഴുവൻ പ്രഘോഷിക്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം ഇത് രക്ഷകൻ്റെ നാമമാകുന്നു, രക്ഷിക്കുന്നവൻ. ലോകത്തിന് ഒരു രക്ഷകനെ ആവശ്യമായിരിക്കുന്നു. 2 വാക്യത്തിൽ നാം കാണുന്നത്, അവൻ എൻ്റെ വായെ മൂർച്ചയുള്ള വാൾ പോലെയാക്കി, തൻ്റെ കൈയുടെ നിഴലിൽ എന്നെ ഒളിപ്പിച്ചു. അവൻ എന്നെ മിനുക്കിയ അമ്പാക്കി തൻ്റെ പൂണിയിൽ മറച്ചു വെച്ചു. തൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന മൂർച്ചയുള്ള വാളാകുന്ന ദൈവവചനം അവൻ ഈ ഭൂമിയിൽ നടന്നപ്പോൾ അവൻ്റെ ശത്രുക്കളുടെ വിശദീകരണം ഇങ്ങനെയായിരുന്നു: ഈ മനുഷ്യൻ സംസാരിക്കുന്നത് പോലെ ആരും ഒരു നാളും സംസാരിച്ചിട്ടില്ല എന്ന്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7 അധ്യായത്തിൻ്റെ 46 വാക്യത്തിൽ നാം അത് കാണുന്നുണ്ട്. വീണ്ടും വെളിപ്പാട് പുസ്തകം 19 അധ്യായത്തിൻ്റെ 15 വാക്യത്തിൽ പറയുന്നത്, ജാതികളെ വെട്ടുവാൻ അവൻ്റെ വായിൽ നിന്നും മൂർച്ചയുള്ള വാൾ പുറപ്പെടുന്നു എന്നത്രേ. ഇത് ദൈവവചനത്താലുള്ള ജാതികളുടെ ന്യായവിധിയാകുന്നു കാണിക്കുന്നത്. 3 വാക്യത്തിൽ നാം കാണുന്നത്, എന്നോട് ഇസ്രായേലേ, നീ എൻ്റെ ദാസൻ, ഞാൻ നിന്നിൽ മഹുദ്ധീകരിക്കപ്പെടും എന്ന് അരുളി ചെയ്തു. ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് യാഥാർത്ഥ്യമാകുന്നതായിരിക്കും, ക്രിസ്തുവിനെ സംബന്ധിച്ചും സത്യമാകും. അടുത്തതൊരു ശ്രദ്ധേയമായ പ്രസ്താവനയാകുന്നു. 4 വാക്യം. ഞാൻ വെറുതെ അധ്വാനിച്ചു, എൻ്റെ ശക്തിയെ വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എങ്കിലും എൻ്റെ ന്യായം യഹോവയുടെ പക്കലും എൻ്റെ പ്രതിഫലം എൻ്റെ ദൈവത്തിൻ്റെ പക്കലും ഇരിക്കുന്നു. കർത്താവിനെ അവർ തള്ളിക്കളഞ്ഞെങ്കിലും തൻ്റെ പ്രയത്നം വെറുതെ ആയി എന്ന് തോന്നിയേക്കാമെങ്കിലും തൻ്റെ ശുഭാപ്തി വിശ്വാസം ദൈവത്തിലാകുന്നു. യേശുക്രിസ്തുവിൻ്റെ മരണം പോലും ഒരു വിജയമായിരുന്നു. നിങ്ങളത് ചിന്തിച്ചിട്ടുണ്ടോ? നിസ്സഹായനായ ഒരു രക്തസാക്ഷി ആയിരുന്നില്ല യേശു. തൻ്റെ നിയന്ത്രണത്തിലായിരുന്നു സകലവും. തന്നെ ആ സമയത്ത് കൊല്ലേണ്ട എന്നാണ് മത നേതാക്കന്മാരും മറ്റും ചിന്തിച്ചിരുന്നത്. എന്നാൽ തിരുവെഴുത്തുകൾ നിവൃത്തിയാകുവാൻ തക്കവണ്ണം ദൈവം വെച്ചതായ ലോകസ്ഥാപനത്തിനു മുൻപേ ഒരുക്കിയതായ പദ്ധതി അതേപോലെ നടപ്പാകേണ്ടതിന് അവനെ കൊല്ലുവാൻ അവരെ നിർബന്ധിച്ചതാണ്. എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലായിരുന്നു എന്നോർക്കണം. യഥാർത്ഥത്തിൽ അത് ഇന്നും ലോകം കണ്ട ഏറ്റവും വലിയ വിജയമാകുന്നു യേശുവിൻ്റെ മരണം. അതുകൊണ്ട് ഈ ഭാഗത്തെ ഊന്നൽ കഷ്ടത സഹിക്കുന്ന ദാസനിലാണ്. തൻ്റെ 1ാമത്തെ വരവിൽ അവൻ ഇസ്രായേലിനെ കൂട്ടിച്ചേർത്തില്ല, അവർ അവനെ തള്ളിക്കളഞ്ഞു. തൻ്റെ 1ാമത്തെ വരവിൽ വളരെ ആശ്ചര്യകരമായ അവൻ ചെയ്തു. അവൻ ലോകത്തിന് രക്ഷയുണ്ടാക്കി. അതുകൊണ്ട് ദൈവത്തിൻ്റെ ഉദ്ദേശങ്ങൾ മനുഷ്യൻ്റെ ചെറിയ കുതന്ത്രങ്ങളാൽ വിഫലമാക്കപ്പെടുന്നില്ല എന്ന കാര്യം നാം ഓർക്കണം. 5 വാക്യത്തിൽ നാം വായിക്കുന്നത്, ഇപ്പോഴോ യാക്കോബിനെ തൻ്റെ അടുക്കൽ തിരിച്ചു വരുത്തുവാനും ഇസ്രായേലിനെ തനിക്ക് വേണ്ടി ശേഖരിപ്പാനും എന്നെ ഗർഭത്തിൽ തൻ്റെ ദാസനായി നിർമ്മിച്ചിട്ടുള്ള യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ യഹോവയ്ക്ക് മാന്യനും എൻ്റെ ദൈവം എൻ്റെ ബലവും ആകുന്നു. ദൈവവചനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു ഭാഗമായി ഞാനിത് നിങ്ങളുടെ മുൻപിൽ വയ്ക്കട്ടെ. അതിമനോഹരമായ വാഗ്ദത്തം അല്ലേ? 7 വാക്യം നോക്കിക്കാട്ടെ. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പുകാരനും അവൻ്റെ പരിശുദ്ധനുമായ യഹോവ സർവനിന്ദിതനും ജാതിക്ക് വെറുപ്പുള്ളവനും അധിപതികളുടെ ദാസനുമായവനോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു. വിശ്വസ്തനായ യഹോവ നിമിത്തവും നിന്നെ തിരഞ്ഞെടുത്ത ഇസ്രായേലിൻ പരിശുദ്ധൻ നിമിത്തവും രാജാക്കന്മാർ കണ്ട് എഴുന്നേൽക്കുകയും പ്രഭുക്കന്മാർ കണ്ട് നമസ്കരിക്കുകയും ചെയ്യും.
പൗലോസ് വാസ്തവത്തിൽ ഇത് ഇങ്ങനെയാണ് പറഞ്ഞത്. റോമർക്കെഴുതിയ ലേഖനം 11 അധ്യായത്തിൻ്റെ 12 വാക്യത്തിൽ, എന്നാൽ അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ജാതികൾക്ക് സമ്പത്തും വരുവാൻ കാരണമായി എങ്കിൽ അവരുടെ യഥാസ്ഥാനം എത്രയധികം. ഇസ്രായേൽ ജനം ക്രിസ്തുവിനെ ത്യജിച്ചതു മുതൽ സുവിശേഷം ഭൂമിയുടെ അറ്റങ്ങളോളം എത്തി. ഭാവിയിൽ ഒരിക്കൽ ദൈവം ഇസ്രായേലിനെ കൂട്ടിച്ചേർക്കുമ്പോൾ അത് എത്ര ഉന്നതമായിരിക്കുമെന്ന് ചിന്തിക്കുക. ഇസ്രായേലിനോടുള്ള യഹോവയുടെ വാദപ്രതിവാദം ഇവിടെ തുടങ്ങി. ഇസ്രായേലിൻ്റെ യഥാസ്ഥാനത്വം സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ വാദമുഖങ്ങളിൽ ചില വാക്യങ്ങൾ മാത്രമേ ഞാൻ എടുത്തു കാണിച്ചുള്ളൂ. 8 വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത് 49:8. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളി, രക്ഷാദിവസത്തിൽ ഞാൻ നിന്നെ സഹായിച്ചു. ദേശത്തെ ഉയർത്തുവാനും ശൂന്യമായി കിടക്കുന്ന അവകാശങ്ങളെ കൈവശമാക്കി കൊടുപ്പാനും ബന്ധിക്കപ്പെട്ടവരോട് ഇറങ്ങിപ്പോയിക്കൊള്ളുവീനെന്നും അന്ധകാരത്തിലിരിക്കുന്നവരോട് വെളിയിൽ വരുവീനെന്നും പറവാനും ഞാൻ നിന്നെ കാത്തു. ദൈവം ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന കേട്ടു. ഇസ്രായേൽ ആരെ ക്രൂശിച്ചുവോ അവന് മുമ്പിൽ രാജാക്കന്മാർ വണങ്ങും. എല്ലാ മുഴങ്കാലും അവനു മുൻപിൽ മടങ്ങി അവൻ്റെ കർത്തൃത്വത്തെ അംഗീകരിക്കേണ്ടതായി വരും. 13 വാക്യത്തിൽ നാം വായിക്കുന്നു, ആകാശമേ ഘോഷിച്ചുല്ലസിക്കുക, ഭൂമിയെ ആനന്ദിക്കുക, പർവ്വതങ്ങളെ പൊട്ടിയാർക്കുവിൻ. യഹോവ തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്നു, തൻ്റെ അരിഷ്ടന്മാരോട് കരുണ കാണിക്കുന്നു. ഈ ഭൂമിയിലെ ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ കേന്ദ്രമായിരിക്കുന്നത് ഇസ്രായേൽ ജാതിയാണ്. അവർ സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുമ്പോൾ സ്വർഗത്തിനും ഭൂമിക്കും ഒരുമിച്ച് സന്തോഷിക്കാൻ കഴിയും. എന്നാൽ ഇന്നത്തെ ലോകത്തെ സംബന്ധിച്ചിടത്തോളം സകലവും അല്പമായോ അധികമായോ സ്ഥാനം തെറ്റിക്കിടക്കുകയാണ്. ഇസ്രായേൽ അവരുടെ ദേശത്തായിരിക്കേണ്ടിയിരിക്കുന്നു, അനുഗ്രഹത്തിൻ്റെ സ്ഥാനത്ത് ദൈവത്തെ സേവിച്ചുകൊണ്ട്. എന്നാൽ അവർ ഇന്നങ്ങനെയല്ല. സഭ ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിലാകേണ്ടിയിരിക്കുന്നു. എന്നാൽ സഭ ഇന്നും ഈ ലോകത്തിലാണ്. പിശാച് നരകത്തിൽ ആകേണ്ടിയിരിക്കുന്നു. എന്നാൽ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരഞ്ഞുകൊണ്ട് അവൻ ഈ ഭൂമിയിൽ ഇന്ന് ചുറ്റിക്കറങ്ങുന്നു. കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലെ സിംഹാസനത്തിലിരുന്ന് ഭൂമിയെ വാഴേണ്ടിയിരിക്കുന്നു. എന്നാൽ താൻ ഇന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഇങ്ങനെ അനേകം കാര്യങ്ങൾക്ക് മാറ്റം വരികയും അതതിൻ്റെ സ്ഥാനത്ത് അത് ഒത്തുവരികയും ചെയ്യേണ്ടിയിരിക്കുന്നു. ദൈവം തൻ്റെ സ്വർഗത്തിലാകുന്നു. ലോകത്തിൽ സകലതും ശരിയായിരിക്കുന്നു എന്നത് ഇന്ന് താങ്കളും ഞാനും ജീവിക്കുന്ന ഈ ലോകത്തിൽ ഇപ്പോൾ ഒത്തുവരുന്നില്ല. ഇസ്രായേൽ ജനം പോലും ദൈവം തങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു എന്നാണ് ഇന്ന് ചിന്തിക്കുന്നത്. 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ, സിയോനോ, യഹോവ എന്നെ ഉപേക്ഷിച്ചു, കർത്താവ് എന്നെ മറന്നു കളഞ്ഞു എന്ന് പറയുന്നു. ഒരു സ്ത്രീ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ മറന്നു കളഞ്ഞാലും ഞാൻ നിന്നെ മറക്കയില്ല. ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കൈയിൽ വരച്ചിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എല്ലായ്പ്പോഴും എൻ്റെ മുമ്പിൽ ഇരിക്കുന്നു. താൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നതിന് എത്ര മനോഹരമായ ഉറപ്പാണ് ദൈവം ഇസ്രായേൽ ജനത്തിന് നൽകുന്നത്. ഇസ്രായേൽ ദൈവത്തെ തള്ളിക്കളഞ്ഞേക്കാം, അതെ, ഇന്ന് അവർ ചെയ്യുന്നത് പോലെ. എന്നാൽ ദൈവം ഒരിക്കലും അവരെ തള്ളിക്കളയുകയില്ല. എൻ്റെ പ്രിയ സുഹൃത്തെ, ദൈവം ഇസ്രായേലിനെ യഥാസ്ഥാനത്താക്കുമോ എന്നാണ് ചോദിക്കുന്നതെങ്കിൽ, ഇത് താങ്കൾ എപ്പോഴും സംശയിക്കുന്ന ഒരു വിഷയമാകുന്നുവെങ്കിൽ, താങ്കളുടെ സൂക്ഷ്മ പഠനത്തിനായി ഈ ഭാഗം ഞാൻ നിങ്ങളുടെ മുൻപിൽ വയ്ക്കുന്നു. ഇസ്രായേലിനെ പീഡിപ്പിച്ചവരുടെ ഭ്രംശം അഥവാ ന്യായവിധിയാകുന്നു തുടർന്ന് നാം ചിന്തിക്കുവാൻ പോകുന്നത്. 22 മുതൽ നാം കാണുന്നത് അതത്രേ. 22 വാക്യത്തിൽ നാം വായിക്കുന്നു, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ജാതികൾക്ക് എൻ്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് എൻ്റെ കൊടി കാണിക്കുകയും ചെയ്യും. അവർ നിൻ്റെ പുത്രന്മാരെ തങ്ങളുടെ മാർവിലണച്ചും പുത്രിമാരെ തോളിലെടുത്തും കൊണ്ട് വരും. സ്വന്തം ദേശത്ത് ഇസ്രായേൽ ജാതിയെ യഥാസ്ഥാനത്താക്കുന്നതിൽ ജാതികൾ തന്നെ സഹായിക്കുമെന്ന് ദൈവം ഇസ്രായേലിന് ഉറപ്പ് നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. മുമ്പ് ജാതികൾ അവരെ ചിതറിച്ചതാണ് എന്നത് ഈ പ്രവചനത്തെ ഇന്ന് വളരെ ശ്രദ്ധേയമാക്കുന്നു. ഒരിക്കൽ അവരെ തങ്ങളുടെ ദേശത്ത് കയറുന്നതിൽ നിരോധിച്ചിരുന്ന ഗ്രേറ്റ് ബ്രിട്ടൻ ഇന്ന് യഹൂദർക്കായി ദേശം തുറന്നു നൽകിയിരിക്കുന്നു. ഒന്നല്ലെങ്കിൽ മറ്റൊരു കാരണത്താൽ ഇതുവരെ അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ടിരുന്നു. മറ്റ് രാജ്യങ്ങളിൽ നിന്നും അവരെ തുരത്തുന്നതിനായി പീഡനമുണ്ടായിട്ടുണ്ട്. ലോകത്തിൽ 3ാമത്തെ വലിയ യഹൂദ ജനസംഖ്യ ഉണ്ടായിരുന്ന റഷ്യയിൽ നിന്നും അവർ കൂട്ടമായി പുറപ്പെട്ടു പോരുന്നു.
റഷ്യ അവരെ പുറത്താക്കാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ടും റഷ്യ, പൗരസ്ത്യ ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങളിലെ യഹൂദ വിരോധികളുടെ പീഡനങ്ങൾക്ക് അവർ പാത്രമായി. എന്തൊക്കെയായാലും ആ നാളിൽ, അതായത് അന്ത്യകാലത്ത്, ദൈവം അവരെ അവരുടെ ദേശത്തേക്ക് മടക്കിക്കൊണ്ടുവരുന്നതാണ്. അവരെ മടക്കിക്കൊണ്ടുവരുന്നതിൽ ദൈവം ജാതികളെ ഉപയോഗിക്കുവാൻ പോകുന്നു. ദൈവത്തിൻ്റെ വചനം എത്ര കൃത്യമായിട്ടാണ് നിറവേറുന്നത് എന്ന് ലോക സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ഇന്ന് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങളിൽ നിന്നും നമുക്കത് കാണുവാൻ സാധിക്കും. ഞാൻ ഇനിയും 50-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഇസ്രായേലിനെ ത്യജിച്ചതിനുള്ള കാരണം, അതാണ് ഇവിടുത്തെ ഒരു പ്രധാന വിഷയം. ഇസ്രായേലിൽ അനുഗ്രഹം ഉണ്ടാകേണ്ടതിനായി അവർ മറികടക്കേണ്ടിയിരുന്ന യഥാർത്ഥ തടസ്സമായിരുന്നു ക്രിസ്തുവിനെ ത്യജിച്ചതായ അവരുടെ ത്യജിക്കൽ. അവൻ അവരുടെ മശിഹ ആയിരുന്നു. അവൻ യഥാർത്ഥത്തിൽ അവരിൽ ഒരുവനായിരുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല എന്ന് യോഹന്നാൻ എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. തൻ്റെ സ്വന്തം ജനത്തിലേക്ക് അവൻ വന്നു, എന്നാൽ തൻ്റെ സ്വന്തം ജനങ്ങൾ അവനെ സ്വീകരിച്ചില്ല. പിതാവാം ദൈവം അതിൻ്റെ കാരണം പ്രസ്താവിക്കുന്നുണ്ട്. 50-ാം അധ്യായം എടുത്താട്ട് യെശയ്യാ പ്രവചനം 50 അതിൻ്റെ 1-ാം വാക്യം ഞാനൊന്ന് വായിക്കാം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഞാൻ നിങ്ങളുടെ അമ്മയെ ഉപേക്ഷിച്ചു കളഞ്ഞതിൻ്റെ ഉപേക്ഷണ പത്രം എവിടെ? അല്ല, എൻ്റെ കടക്കാരിൽ ആർക്കാകുന്നു ഞാൻ നിങ്ങളെ വിറ്റുകളഞ്ഞത്? നിങ്ങളുടെ അകൃത്യങ്ങളാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിറ്റുകളഞ്ഞും നിങ്ങളുടെ ലംഘനങ്ങളാൽ നിങ്ങളുടെ അമ്മ ഉപേക്ഷിക്കപ്പെട്ടുമിരിക്കുന്നു. മോശയുടെ ന്യായപ്രമാണത്തിന് കീഴിൽ ഒരു മനുഷ്യന് നിസ്സാരമായ ഒഴികഴിവ് പറഞ്ഞ് തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ കഴിയുമായിരുന്നു. ക്രൂരനും കഠിനഹൃദയനുമായ ഒരു മനുഷ്യൻ തൻ്റെ ഭാര്യയെ ഒഴിവാക്കുന്നതിനുള്ള നല്ലൊരു സൗകര്യമായിട്ടാണ് ഈ പറഞ്ഞതായ നിയമങ്ങൾ ഉപയോഗിച്ചത്. ഇത് അവർക്കറിയാമായിരുന്നിരിക്കെ എന്തടിസ്ഥാനത്തിലാണ് ഞാൻ നിങ്ങളെ ചേർത്ത് നിർത്തിയത് എന്ന് ദൈവം ഇസ്രായേലിനോട് ചോദിക്കുകയാണ്. തീർച്ചയായും ദൈവം ക്രൂരനോ നിഷ്ഠൂരനോ അല്ല. ഇസ്രായേലിനെ യഹോവയുടെ ഭാര്യയായിട്ടാണല്ലോ ബൈബിളിൽ പറയുന്നത്. ഹോശേയയിലെ കേന്ദ്ര വിഷയം തന്നെ ഇതാണ്. ഇസ്രായേലിനെ ദൈവം മാറ്റി നിർത്തിയത് ദൈവത്തിൻ്റെ ഒരു ചാബല്യം കൊണ്ടായിരുന്നില്ല. എന്നാൽ അവരെ ത്യജിച്ചതിന് കാരണമുണ്ട്. അത് അവരുടെ പാപമാണെന്ന് ദൈവം വ്യക്തമാക്കുകയാണ്. 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്: ഞാൻ വന്നപ്പോൾ ആരും ഇല്ലാതിരിപ്പാനും ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറയാതിരിപ്പാനും സംഗതി എന്ത്? വീണ്ടെടുപ്പാൻ കഴിയാതെ വണ്ണം എൻ്റെ കൈ വാസ്തവമായി കുറുകിയിരിക്കുന്നുവോ? അല്ല, വിടുവിപ്പാൻ എനിക്ക് ശക്തിയില്ലയോ? ഇതാ, എൻ്റെ ശാസന കൊണ്ട് ഞാൻ സമുദ്രത്തെ വറ്റിച്ചു കളയുന്നു, നദികളെ മരുഭൂമികളാക്കുന്നു. വെള്ളം ഇല്ലായ്കയാൽ അവയിലെ മത്സ്യം ദാഹം കൊണ്ട് ചത്തു നാറുന്നു. ഞാൻ വന്നപ്പോൾ, എപ്പോഴാണ് യഹോവ തൻ്റെ ജനത്തിനിടയിലേക്ക് നേരിട്ട് ചെന്നത് എന്ന അർത്ഥത്തിലാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വന്നപ്പോൾ, തൻ്റെ പ്രവാചകരിലൂടെ അല്ല, താൻ തന്നെ നേരിട്ട് വന്നു എന്ന അർത്ഥത്തിലാണ്. അങ്ങനെ ഒരു സ്വാഗതം അവൻ പ്രതീക്ഷിച്ചോ? ഒരു സ്വീകരണം? അത് മോശയിക ന്യായപ്രമാണം നൽകുന്നതിനായി സീനായി മലയിൽ ഇറങ്ങി വന്നപ്പോൾ ആയിരുന്നില്ല. അപ്പോഴവൻ സ്വീകരണം നോക്കിയില്ലല്ലോ. അവനോട് അകലം പാലിക്കുവാനാണ് നിർദ്ദേശിച്ചത്. എന്നാൽ അവൻ വീണ്ടും ഒരു മനുഷ്യനായി വന്നു, ഒരു താഴ്മയുള്ള മനുഷ്യൻ. അവന് യാതൊരു സ്വീകരണവും ഉണ്ടായിരുന്നില്ല. അവൻ്റെ ജനനത്തിൽ ഇസ്രായേൽ അവനെ സ്വീകരിച്ചില്ല. തൻ്റെ ശുശ്രൂഷ ആരംഭിച്ചപ്പോഴും ഇസ്രായേൽ അവനെ അംഗീകരിച്ചില്ല. അവർ അവനെ തിരസ്കരിക്കുകയും തങ്ങളുടെ മശിഹായെ കൊല്ലുകയും ചെയ്തു. ശിമോൻ പത്രോസ് പെന്തക്കോസ്ത് നാളിൽ അതേക്കുറിച്ച് ഇങ്ങനെ പ്രസ്താവിച്ചു. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ: ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. നിങ്ങൾ തന്നെ അറിയും പോലെ ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി നസ്രയനായ യേശുവിനെ ദൈവം തൻ്റെ സ്ഥിരനിർണയത്താലും മുന്നറിവിനാലും ഏൽപ്പിച്ചിട്ട് നിങ്ങൾ അവനെ അധർമ്മികളുടെ കയ്യാൽ തറപ്പിച്ചു കൊന്നു. ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വയ്ക്കുന്നത് അസാധ്യമായിരുന്നു. ഈ ജനം തങ്ങളുടെ മശിഹായെ തള്ളിക്കളഞ്ഞതുകൊണ്ടാണ് അവർ തള്ളപ്പെട്ടത് എന്ന് ദൈവം അവർക്ക് വ്യക്തമായി പറഞ്ഞു കൊടുക്കുന്നു. ദൈവപുത്രൻ തൻ്റെ താഴ്ചയെക്കുറിച്ച് പറയുന്നതാണ്
4-ാം വാക്യത്തിൽ നാം കാണുന്നത്. ആ വാക്യം കൂടി നമുക്ക് നോക്കാം. 50-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. തളർന്നിരിക്കുന്നവനെ വാക്കുകൊണ്ട് താങ്ങുവാൻ അറിയേണ്ടതിന് യഹോവയായ കർത്താവ് എനിക്ക് ശിഷ്യന്മാരുടെ നാവ് തന്നിരിക്കുന്നു. അവൻ രാവിലെ തോറും ഉണർത്തുന്നു, ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ എൻ്റെ ചെവി ഉണർത്തുന്നു. കർത്താവായ യേശുക്രിസ്തു താഴ്മയും വിനയവും ഉള്ളവനായി തൻ്റെ ജനത്തിനിടയിലേക്ക് വന്നു. തൻ്റെ പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ശിഷ്യന്മാരെ പോലെ കേൾക്കേണ്ടതിന് അവൻ തൻ്റെ ചെവി ഉണർത്തുന്നു. ഇതിനർത്ഥം കർത്താവായ യേശുക്രിസ്തു ദൈവവചനം പഠിക്കുകയായിരുന്നു എന്നത്രേ. ഞാനീ പറയുന്നത് ശ്രദ്ധിക്കണം. കർത്താവ് തൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ 30 വർഷം എന്ത് ചെയ്യുകയായിരുന്നു എന്ന ചോദ്യം നാം സാധാരണ കേൾക്കാറുണ്ടല്ലേ. 30 വർഷത്തെക്കുറിച്ച് കാര്യമായി ഒന്നും എഴുതിയിട്ടില്ല. സാധാരണയായി അതിനുള്ള മറുപടി അവനൊരു മരപ്പണിക്കാരൻ്റെ വേല ചെയ്യുകയായിരുന്നു എന്നാണ്. എന്നാൽ അത് യാഥാർത്ഥ്യത്തിൻ്റെ പകുതി മാത്രമാണ് എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. മറ്റേ പകുതി അവൻ ദൈവവചനം പഠിക്കുകയായിരുന്നു എന്നത്രേ. എത്ര ആശ്ചര്യമല്ലേ. യേശുവിന് ദൈവവചനം പഠിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു എങ്കിൽ താങ്കളെ സംബന്ധിച്ചോ എന്നെ സംബന്ധിച്ചോ ഞാൻ വിചാരിക്കുന്നു നമുക്കിത് വളരെ വളരെ ആവശ്യമാണ്, അത്യാവശ്യമാണ്. ഞാൻ ബൈബിളിൻ്റെ തുടക്കം തൊട്ടൊടുക്കം വരെ വിശ്വസിക്കുന്നു. എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അതിനുവേണ്ടി വാദിക്കുമെന്ന് അത് പഠിക്കാൻ മെനക്കെടാതെ പറയുന്നത് തികഞ്ഞ അസംബന്ധമാണ്. മറക്കരുത്, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 21 വരെയുള്ള വാക്കുകളിൽ ദൈവം സംസാരിച്ചിട്ടുണ്ട്. എങ്കിൽ ഇതിനിടയിൽ എവിടെയോ താങ്കൾക്കും എനിക്കുമുള്ള ദൈവത്തിൻ്റെ വാക്കുകളുണ്ട് എന്ന കാര്യം ഓർക്കണം. ദൈവം നമ്മോട് സംസാരിക്കുന്നു എങ്കിൽ നാം അത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നാം അവനെ ശ്രദ്ധിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് മുഖാന്തരമാകും. നമ്മെ ധന്യരാക്കി തീർക്കുന്നത് അവൻ്റെ വചനമാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കുവാൻ കഴിയുന്നുണ്ട്? ദൈവവചനം പഠിക്കുവാൻ സമയമെടുക്കുന്നുണ്ട്? ദൈവവചനമാണ് നമ്മെ ആത്മീയമായി വളർത്തുന്നത്. ദൈവവചനമാണ് നമ്മെ രൂപാന്തരപ്പെടുത്തുന്നത്. ദൈവത്തിൻ്റെ വചനത്തിന് മാത്രമേ നമ്മെ ശക്തീകരിക്കുവാൻ സാധിക്കൂ. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മെ സഹായിക്കുന്നത്, നമ്മെ ശക്തീകരിക്കുന്നത്, നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അത് പഠിക്കണം. വായിച്ചു വിട്ടാൽ പോരാ, ഒരു ചടങ്ങ് പോലെ അത് തീർത്താൽ പോരാ, പിന്നെ വായിച്ച് പഠിക്കണം. ദൈവം നമ്മോട് സംസാരിപ്പാൻ നാം അവസരമൊരുക്കണം. ദൈവം അപ്രകാരം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാനും ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൽ വിശ്വസിക്കുവാനും ആശ്രയിക്കുവാനും മതിയായ എത്രയെത്ര വചനങ്ങളാണ് യെശയ്യാ പ്രവചനത്തിൻ്റെ താളുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദൈവം തൻ്റെ ഹൃദയമാണ് നമ്മെ തുറന്നു കാണിക്കുന്നത്. ദൈവത്തെ അടുത്തറിയുവാനുള്ള പദവിയാണ് അവിടുന്ന് നമുക്ക് നൽകിയിരിക്കുന്നത്. പുത്രത്വ പദവിയിലേക്കാണ് അവിടുന്ന് നമ്മെ വീണ്ടെടുക്കുന്നത്. ക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, സ്നേഹിതന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമുള്ള സ്നേഹം ആർക്കുമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് ചെയ്താൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാർ തന്നെ. ദൈവത്തിൻ്റെ സഹിത്വം തൻ്റെ ഭക്തന്മാർക്കുള്ളതാകുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.